നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ട്രിവാൻഡ്രം പോവുകയാണ്. ചെന്നൈയിൽ നിന്ന് പൊങ്കാല ഇടാനായിട്ട് ട്രിവാൻഡ്രം ട്രിപ്പാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ഞാൻ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ പോകുന്നത്. കാരണം എനിക്ക് 1-2 ട്രിപ്പ് പ്ലാനൊക്കെ ഉണ്ട്. ലുലു മാളിൽ പോകണം, അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാല ഇടാൻ പോകുന്നത് കൊണ്ട് അവിടെയൊക്കെ കറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മൂവിക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ വർഷം ഞാൻ ചില സ്ഥലങ്ങളൊക്കെ പോയി വ്ളോഗ് ഇട്ടിരുന്നു. ചിലർ കണ്ടിട്ടുണ്ടാകും, കാണാത്തവരുണ്ട്. എന്തായാലും കാണുക. പിന്നെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിനായിട്ട് പറയാനുള്ളത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വന്നാലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഗൈസ്. അന്നേരം അങ്ങനെയൊക്കെ ചെയ്യുക ഗൈസ്. പിന്നെ ഉള്ളൊരു കാര്യം, നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അന്നേരം എനിക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നടന്ന് ട്രെയിനിൻ്റെ അടുത്തോട്ട് പോകണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡാണ്. കാരണം പുതിയൊരു ട്രാവൽ ആയതുകൊണ്ട്, അത് ഓരോ വർഷം ഇങ്ങനെ പോകുന്നത് കൊണ്ട്. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞങ്ങൾ കൂടെയുള്ളവരും ഉണ്ട്. ഒരു ലേഡീസ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കൂടെയുള്ളൊരു ട്രിപ്പാണ് ഗൈസ്. അടിച്ച് പൊളിച്ച് ട്രെയിനിലൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആവും. കഴിഞ്ഞ വർഷം പോയതുപോലെ നല്ല രസമായിരിക്കും ഈ ഒരു ട്രിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അതുകൊണ്ടാണ്. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചിങ്ങനെ പോകാമല്ലോ ട്രെയിനിലിങ്ങനെ. തിരുവനന്തപുരം ഭാഷയൊക്കെ പറഞ്ഞ് എന്താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും കഴിച്ച് ഞങ്ങൾ. അന്നേരം അങ്ങനെ അടിച്ച് പൊളിച്ച് പോകാനാണ് പോകുന്നത്. കുറേ ലേഡീസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പൊങ്കാല ഇടാൻ മെയിനായിട്ട് അങ്ങനെ പോകാറുണ്ട് എല്ലാ വർഷവും. അങ്ങനെയായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പം ഞാൻ വിചാരിച്ച ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ഷോർട്സും ഞാൻ ഇടുന്നുണ്ട്. ഷോർട്സും ഞാൻ അധികവും ഷോർട്സാണ് ഇടാറ്. പക്ഷേ എനിക്ക് ലോങ് വീഡിയോ ഇടണം എന്നൊരു ആഗ്രഹം തോന്നി. കുറേ ആയി, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒക്കെ ലോങ് വീഡിയോ ആയിരുന്നു. പിന്നെ ഷോർട്സിലോട്ട് മാറിയതാണ് എഡിറ്റിംഗ് ചെയ്യാനുള്ള മടി കൊണ്ട്. ലോങ് ആകുമ്പോഴും എഡിറ്റ് ചെയ്യാൻ മടിയാണ്. ട്രിവാൻഡ്രം പോകാനായിട്ട് ട്രെയിനിൽ കയറി. ഞാൻ ആദ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ട്രിവാൻഡ്രം പോയിട്ട് കാണാമെന്ന് ഞാൻ പറയുന്നില്ല. ട്രെയിനിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കണം. ഞാൻ കഴിഞ്ഞ തവണ എന്തൊക്കെയോ പറഞ്ഞു ട്രെയിനിൽ, അതൊന്നും ഞാൻ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ എനിക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞ് വീഡിയോയിലിടും. സോ നമുക്ക് ട്രിവാൻഡ്രം പോയിട്ടല്ല, ട്രെയിനുള്ള സംഭവങ്ങളൊക്കെ കാണാം, ഫുഡ് കഴിക്കുന്നത്. കാരണം കഴിഞ്ഞ കൊല്ലം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ട്രിവാൻഡ്രം പോയത്. ലൈക്ക് എന്താ പറയുക, ഒന്നിച്ച് ഫുഡ് കഴിക്കുക, അങ്ങനെ കുറേ നമ്മൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്ന പോലത്തെ തന്നെയാണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എൻജോയ് ചെയ്തത്. ഇക്കൊല്ലം അവർ പൊങ്കാലിടുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ട്രെയിനിൽ എന്തെങ്കിലും ട്രാവൽ വിഷ്വൽസോ, ഞാൻ ഇത്തവണ എൻ്റെ ക്യാമറയും ട്രെയിനിൻ്റെ ക്യാമറ ഇതുവരെ പുറത്തെടുത്തില്ല. അതിലെന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ട്. ഇപ്പോഴും ഞാൻ പിക്സലിൽ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പറയേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞാണ് ഞാൻ ട്രെയിനിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്താ പറയേണ്ടതെന്ന്. സോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇക്കൊല്ലവും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിച്ചോണ്ട് പോകണം. ഒരു മൂവി എന്തായാലും കാണണമെന്നുണ്ട്. ലുലു മാളിൽ പോകണമെന്നുണ്ട്. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇനി ഇതുവരെ ഇവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ മിറർ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ട്രെയിൻ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. നമ്മളെ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം പോവാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ 3 ദിവസമാണ് നമ്മളുള്ളത്, 2 നൈറ്റ് 3 പകൽ. അപ്പോൾ നമുക്കതൊക്കെ ഇത്തവണ മലയാളത്തിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ തമിഴിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ആരെങ്കിലുമൊക്കെ കണ്ടോ എന്തോ എനിക്കറിയില്ല. അങ്ങനെ സെൻട്രൽ സ്റ്റേഷനിലും ട്രെയിൻ പതിയെ വിട പറഞ്ഞ് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ പോകുന്നതേ ഉള്ളൂ. ഇതിന് നാളെ രാവിലെ ആവും എത്താനായിട്ട്. AC കോച്ചായതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും. അതാണ് വേറൊരു പ്രശ്നം. എനിക്ക് തണുപ്പ് തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ. 3:30 ആകുമ്പോൾ ഈ ഒരു ട്രെയിന് പതിയെ എടുത്ത് തുടങ്ങും. എന്നിട്ട് നാളെ രാവിലെ എങ്ങാനാണ് 6 മണിക്ക് ശേഷം എങ്ങാനാണ് തോന്നുന്നു അവിടെ ട്രിവാൻഡ്രത്ത് എത്തുന്നത്. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. പോകുന്ന വഴി അത്രയും ട്രാവൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് ഇതാ കഴിക്കാൻ പോണേ. പഴംപൊരിയും കഴിച്ചു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം. കഴിക്കുന്ന എടുക്കാൻ പറ്റില്ല, ഒരു ആസ്വദിച്ച് കഴിക്കണം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ
പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ അത് കണ്ടിട്ട് എടുത്തതാണ് വീഡിയോ. നല്ല മലയും പിന്നെ തെങ്ങും പനയും പലതും കാണാനുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ജനലിൻ്റെ അവിടെ നിന്ന് വാതിലിൻ്റെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ജനലിന് ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ അവിടെ നിന്നത്. നല്ല വീഡിയോസൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്നും കരുതിയിട്ടാണ് അവിടെ നിന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് എൻജോയ് ദ ട്രിപ്പ് എന്ന് പറയുന്ന പോലെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഗൈസ്. ഡിന്നർ ഇതായിരുന്നു, ചപ്പാത്തിയും ചെറുപയർ കറിയും. പക്ഷേ എൻ്റെ ആൻറ്റിമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തോ വല്ലതും ദോശ അതെന്തൊക്കെയോ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മ അവിടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് കൊല്ലം എത്തിയിരിക്കുകയാണ്. സോ ട്രിവാൻഡ്രം പോകാൻ ഞാൻ രാവിലെ നേരത്തെ എണീച്ചു. 4 മണിക്ക് എണീച്ചപ്പോൾ ഒരു ബാഡ് ന്യൂസാണ് കേട്ടെ. അത് കേട്ട് ഞാൻ എണീച്ചു. ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലാണുള്ളത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണുള്ളത്. ഞാൻ വേണേൽ കാണിച്ചു തരാം. എന്നാടി രാവിലെ എണീറ്റപ്പോൾ തന്നെ വെള്ളമാക്കി വെച്ച് ഗൈസ് മൂഡ് പോയി. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലാണ്, കൊല്ലം സ്റ്റേഷനിലാണ്. നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോകും. അതാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. സോ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല, എപ്പോൾ എടുക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ജില്ല ഭയങ്കരം തന്നെയാണ് ഗൈസ്. എനിക്കൊരു എക്സ്പീരിയൻസ്, എനിക്കല്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് അതങ്ങനെ ചിലരങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. എന്നാലും കൊല്ലം ജില്ലയിലെ ഇപ്പോൾ അടിയാണല്ലോ. പക്ഷെ ഇപ്പം ഞാൻ കൊല്ലം സ്റ്റേഷനിലാണല്ലോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ട്രെയിൻ പോകുമ്പോൾ കുറേ പേര് കയറിയിട്ട് ട്രെയിൻ പിന്നെ നിർത്തിയേക്കുക. ഇപ്പം അതൊന്നല്ല വിഷയം. 4 മണിക്ക് ഞാൻ എണീറ്റ് ഞാൻ കഴിച്ച് കൂടെയുള്ള ആൻറ്റിമാർ പിന്നെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എണീച്ച്. അത് കഴിഞ്ഞ് അവർ പോയി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ഫുഡ് കഴിച്ച് പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ബഹളം. എന്താണെന്ന് വെച്ചാൽ കായംകുളത്തുനിന്ന് അങ്ങനെ കുറേ പേര് കയറി. വർക്കലെത്തിയില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എങ്ങനെയാണ് സ്റ്റേഷൻ്റെ ഇത്. കുറേ പേര് കയറിയിട്ട് അവിടെ അടിയും പിടിയും എന്താ പറയുക, അൺറിസർവ്ഡിലാണ് റിസർവ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അടിയും പിടിയൊക്കെ ഉണ്ടാക്കി കയറി. ഇതിലിങ്ങനെ കയറാൻ പറ്റില്ല, ഇടിയേണ്ട ഫൈനൊക്കെയാണ്. അപ്പോൾ അവരങ്ങനെ കയറി സീനായി. കുറേ പേരുണ്ടായിരുന്നു, പൊങ്കാലയ്ക്ക് പോകുന്നവരല്ലേ, കുറേ പേരുണ്ടായിരുന്നു. കുറേ പേര് ഇങ്ങനെ ലൈക്ക് കയറി, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി. കുറേ പേര് അവിടെ തന്നെ ഉണ്ട്, ചില പേര് അങ്ങോട്ട് മാറ്റി. നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സീനായി, എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ആയി. കാരണം അവരെന്നെ എന്തൊക്കെയോ ഈ ഞങ്ങളെ അടുത്തുള്ള അപ്പുറത്തൊക്കെ ഉള്ള ആൻറ്റിമാരോട് ഒച്ച ബഹളം വയ്ക്കുകയും എന്തൊക്കെയോ ചെയ്യും. ഞങ്ങളങ്ങനെ എന്തൊക്കെയോ ആർഗ്യുമെൻറ്റ്സ്. ഞാനതൊന്നും മെയിനാക്കില്ല. പിന്നെ കാരണം അവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തിരക്കായ അവർക്ക് ടോയ്ലറ്റ്സ് ഒന്നും പോകാൻ പറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂ. കാരണം കുറേ പേര് തിക്കിയൊക്കെ അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ഐസായിട്ട് ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ പോയി. എല്ലാം ഫേസ് വാഷ് പോകണം, എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു. നമ്മളെ കാര്യം നോക്കിയാൽ മതി. കാരണം അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കങ്ങനെ പൊതുവെ താല്പര്യമില്ല. അങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഇഷ്യൂ അടി ഇതാണെന്ന് എനിക്കിഷ്ടമല്ല. സോ അങ്ങനെ ഒരു അടി അവർ പറയുന്ന ന്യായം, അവരുടെ ന്യായം. രണ്ടുപേരും ഡബിൾ സൈഡാണ്, ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്. അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഫേസ് വാഷൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ എന്താ പറയുക, ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് കവറും കാര്യങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിനി ട്രിവാൻഡ്രം പോവുകയാണല്ലോ. ഇതൊക്കെയാണ് ട്രെയിനിലെ കാഴ്ചകൾ. ഇതൊക്കെ ഒരു വ്ളോഗ് 1 ഉൾപ്പെടുത്താം. ഷോർട്സും ഇടാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ എന്താ പറയുക, എനിക്ക് വിശന്നു. ഞാൻ എന്തെങ്കിലും കഴിച്ചു. എനിക്ക് RAC ആയിരുന്നു. അത് ഞാൻ പിന്നീട് എനിക്ക് സീറ്റ് കിട്ടി, സെറ്റായി. കാരണം കൂടെയുള്ള ഒരു 3 ആൻറ്റിമാർ ഇറങ്ങിപ്പോയി ഒരു ബാഡ് ന്യൂസ് കാരണം. അവർക്ക് വരാൻ പറ്റില്ല. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ വിട്ട ശേഷം കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊരു കോളേജൊക്കെ എൻ്റെ മുന്നിലൂടെ കണ്ണിൽ പെട്ടുപോയത്. ഏതാണെന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കൊല്ലം ജില്ലക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, എനിക്ക് അത്രയ്ക്ക് സന്തോഷമാവും. പിന്നെ ഇനി നമ്മൾ സെൻറ്ററിൽ എത്താറായി, അതായത് ട്രിവാൻഡ്രം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ റീച്ചായി അവിടെ. ഞാൻ ഇറങ്ങിയിട്ട് വേണം നമുക്ക് റൂമിലോട്ട് പോകാനായിട്ട്. ഫ്രഷപ്പും ഒക്കെ ചെയ്യാനുണ്ട്. എത്തി, ജാലി ജാലി. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ട്രിവാൻഡ്രത്താണ്, ഡേ 1. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. 10 മണി കഴിഞ്ഞു, 10-11 ആയിട്ടുണ്ടാവും. ഫുഡ് കഴിക്കണം. നാളെ പൊങ്കാലയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ടെമ്പിൾസൊക്കെ വിസിറ്റ് ചെയ്യണം.
അപ്പം അങ്ങനെ കാണാം. കോഫി ഹൗസിലെ മസാല ദോശയും വടയും കഴിച്ച് നേരെ ഞങ്ങൾ വിട്ടത് എവിടേക്കാണെന്ന് അറിയും, പഴയങ്ങാട് ഗണപതി ടെമ്പിളിലേക്കാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്ക്. ഇവിടെയും തൊഴുത് നേരെ ദ വേൾഡ് റിച്ചസ്റ്റ് ടെമ്പിളായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നതും ഞാൻ തൊഴുത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അതുമാത്രമല്ല, ഈ കുളത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിടന്നുണ്ടായിരുന്നു 1-2 ക്ലിപ്സ് വീഡിയോ എടുത്ത ശേഷം നല്ല വിശപ്പിൻ്റെ വെളിയിലുണ്ട്. പൊറാട്ടയും കറിയും അടിച്ചു കയറ്റി. കാരണം ചോറ് കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് നേരെ അവിടെ നിന്ന് പോയത് ആറ്റുകയിലേക്കാണ്. പൊങ്കാലയായിട്ട് ആറ്റുകാലിൽ വന്നതാ. ആ കാണുന്നതാണ് അമ്പലം. പക്ഷേ ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. തിരക്കായതുകൊണ്ട് നമുക്ക് 5 മണിക്കേ കയറാൻ പറ്റും. അത് റെക്കമെൻഡാണ്. ഇപ്പോൾ കുറേ പേരെ കയറ്റി വിടുന്നുണ്ട്. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് വന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പം വൈകുന്നേരം കയറാം. പ്ലാൻ പ്രകാരം ലുലു മാൾ പോകാനാവോ മൂവി കാണാനാവോ ഒന്നും അറിയില്ല. നൈറ്റ് പറ്റിയ ചെയ്യാം, കാരണം തിയേറ്ററൊക്കെ അടുത്തുണ്ട്. സൈഡ് ഷോപ്സ് ഉണ്ട്, ലൈക്ക് ചന്ത പോലെ. നമ്മളെ നാട്ടിലെ ചന്ത പോലെയാണ് ഇവർക്ക് ഇവിടുത്തെ കടകൾ. തൊഴുത് കഴിഞ്ഞ് ഡാൻസ് ആണെന്ന് വിചാരിച്ചത്. എൻ്റെ അമ്മ എന്നെ സമ്മതിച്ചില്ല, അങ്ങോട്ട് വിടാനേ സമ്മതിച്ചില്ല. നല്ല ഡാൻസൊക്കെ കണ്ട് ഷൂട്ട് ചെയ്യായിരുന്നു. സോ ആറ്റുകാലം തൊഴുതു, നല്ലോണം തൊഴുതു, പ്രസാദം കിട്ടി, സൂപ്പറായി. റെക്കമെൻഡിലാണ്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല ഗൈസ്. സോ ഇവിടെ 2 ടൈപ്പാണ്. ഒന്ന് റെക്കമെൻഡ്, അല്ലാതെ ക്യൂ നിൽക്കണം. തൊഴുത് കഴിഞ്ഞ് ഈ തിരക്കിനിടയിൽ എങ്ങനെയോ ആണ് ഞാൻ ആ റൂമിലേക്ക് പോയത്. ഇവിടെ തന്നെ ഇപ്പോൾ എനിക്ക് കുറേ ടൈം എടുത്തു. ഓട്ടോ വിളിച്ചാൽ പോയത്. ഗൈസ് നൈറ്റായി, നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേക്കുക. നമ്മളവിടെ കൊടുക്കുന്നുണ്ട്, അതില്ല. ഇവിടെ കുറേ പാട്ടൊക്കെ വെച്ച് വൈബാണ്, സൂപ്പർ സെറ്റാണ്. അപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ പെണ്ണുങ്ങളെ കഴിക്കണം, വിശക്കുന്ന ഗൈസ്. കാർത്തിക് സൂര്യ പറയുന്നല്ലേ. അപ്പോൾ ഗൈസ് കഴിച്ചിട്ട് കാണാം. കാരണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഓർഡർ ചെയ്യാൻ കഴിക്കാനായിട്ട്. സോ കഴിച്ചിട്ട് കാണാം. ഞാനിത് തിന്ന് തീർക്കട്ടെ. ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് 10 മണീൻ്റെ മേലെയായി ഗൈസ്. കാരണം ഷോപ്പിംഗ് അതാ പറഞ്ഞിട്ട് അതെന്തൊക്കെയോ പോയി. ടൈം 1 hour അതിൽ പോയി. ലാസ്റ്റ് ദബേ കയറി ഫുഡ് അടിച്ച്. അതാണ് അവസ്ഥ. ആ കല്യാൺ സിൽക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോയില്ല, വേറെ ഏതോ സ്ഥലത്ത് പോയി. അവിടെ നിന്ന് നേരെ ചെരുപ്പ് വാങ്ങണം, അത് വാങ്ങിയില്ല. അവിടെ നിന്ന് നേരെ ഹോട്ടലിൽ പോയി. ആ ഹോട്ടലിൽ വേണ്ട പറഞ്ഞാൽ അവിടെ നിന്ന് ദാബയിൽ പോയി. എന്താ അവസ്ഥ? അതൊരു 2 ഹോട്ടൽ അങ്ങോട്ട്. കാശാണെങ്കിൽ ഭയങ്കരമായിട്ട് പോണു ഗൈസ്. സ്ഥലത്തേക്കൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. എന്താ അറിയില്ല. അപ്പോൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വരാം, വ്ളോഗ് എടുക്കാം. ഞാൻ ജസ്റ്റ് അവിടെ വരെ പോണത്. അമ്മമാരവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതുപോലെ തന്നെ കുറേ പേരൊക്കെ അറിയുന്നവരുണ്ടാവും, ചിലവർ അറിയാത്തവരായിരിക്കും. അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൊങ്കാലയിടാനായിട്ട്. അപ്പം ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒക്കെ അവിടെയൊക്കെ പൊങ്കാലയാണ്. ഓരോ റോഡിലും ഇവിടുത്തെ പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതാണ് മെയിനായിട്ട് എല്ലാ ഏരിയയിലും പൊങ്കാല ഉണ്ടാവും. ഇപ്പം തന്നെ ഒരു ചേച്ചിയുടെ പൊങ്കാല അവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പൊങ്കാല വന്നു ഗൈസ്. ഇത്ര ഷോട്ട് നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ഈ ചേച്ചീൻ്റെ കിട്ടിയത് ആയിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ അവിടുന്ന് ഓരോ ഏരിയയിലും ഇങ്ങനെ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ഏരിയയിലും ഇതുപോലെ ഫുഡും കൊടുക്കുന്നുണ്ട് അവർ. അതൊക്കെയാണ് ഞാൻ കണ്ടു വന്നത്. ഇങ്ങനെ എല്ലാവരും ഒരുപോലത്തെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളർ സെറ്റ് മുണ്ട് ഒക്കെ കൊടുത്ത് എന്താ പറയുക, മലയാളി മങ്കിയായിട്ട് അവിടെ പൊങ്കാല ഇടുമായിരുന്നു. അപ്പോൾ പൊങ്കാല ഇടുമ്പോൾ അവർക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആവുമല്ലോ ഇടുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഒന്ന് നടന്ന് നീങ്ങി ഞാൻ നേരെ എത്തിയത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു. അവിടെയൊക്കെ ഫുൾ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലുള്ളതുകൊണ്ട് എനിക്ക് നല്ലോണം ടാൻ അടിച്ചു പിന്നീട്. പക്ഷേ അവിടെ നിന്ന് നല്ല വെയിലായതുകൊണ്ട് അവരെങ്ങനെ ഇടുന്നു എന്നറിയില്ല. കുടയൊക്കെ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയ്ക്ക് വെയിലാണ്. ഇത് വെയിൽ മാത്രമല്ല, ഈ പൊങ്കാല വരുമ്പോൾ ഈ കരി എന്താ പറയുക, മറ്റേ പുകയുടെ സ്മെല്ലും പുകയൊക്കെ അടിച്ച് കണ്ണൊക്കെ എരിയുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് അങ്ങനെ ലാസ്റ്റ് നിങ്ങളൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും എനിക്ക് അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആലോചിച്ച് വരെ എങ്ങനെയാണ് പൊങ്കാല ഇടുന്നത്, എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ. ഇടയ്ക്ക് ചിലർ മീഡിയ ആണോ ന്യൂസാണോ എന്തൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ, ആ വ്ളോഗാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡൊക്കെ പോകുമ്പോൾ ചിലർ അടച്ചു വെച്ചേക്കുന്നതായിട്ടാണ് കണ്ടത്. പൊങ്കാല തുടങ്ങിയില്ലേ എന്തോ. ചിലർ ഇത് തുടങ്ങാതെ ചിലർ ഡെക്കറേഷനൊക്കെ ചെയ്ത് പൂക്കളൊക്കെ വെച്ച് സെറ്റായതിന് ചിലർ കലം പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ
പൊങ്കാല ഇടുന്നവരെ സമ്മതിക്കണം, കാരണം പുക വരും. അവസാനം വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പുക വരും. അത് ഷൂട്ട് ഞാൻ ക്യാമറയിൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇതിൽ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഫുൾ സോങ് ആയിരിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. ചിലപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് തന്നെ കൊടുക്കേണ്ടി വരും. പൊങ്കാലയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ചിലർ പറയും ഇല്ല, ചിലർ ഇല്ലെന്ന് പറയും. ഒരാളടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് ആൻസർ. എൻ്റെ അമ്മ പൊങ്കാല അരി ഇട്ടു, സെറ്റാക്കി ഇളക്കി, എല്ലാ അലങ്കാരമൊക്കെ വെച്ച് സെറ്റാക്കി അമ്മേൻ്റെ പൂവെല്ലാം കഴിഞ്ഞൊരു വഴിയായി. ഞാനിവിടെ നിന്നൊരു വഴിയാവും തോന്നുന്നുണ്ട്. അമ്മ പിന്നെ വിറകെടുക്കുന്നു, വെക്കുന്നു, കത്തിക്കുന്നു, അരിയിടുന്നു, പൊങ്കാലാക്കുന്നു, കുറേ പരിപാടിയാണ് ഗൈസ്. കട്ടപ്പണിയിലാണ് ഗൈസ്, അമ്മ കട്ടപ്പണിയിലാണ്. അമ്മ പറയും കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാടാണ്, ഇഷ്ടപ്പാടാണ് ഗൈസ്. ഞാനിവിടെ അമ്മ കാരണം ഉരുകി ഇപ്പോൾ തേയിലൊക്കെ കൊണ്ടിട്ട്. എൻ്റെ അമ്മക്കാണെങ്കിൽ പൊങ്ങുമ്പോൾ എടുക്കണം എന്നാ പറഞ്ഞേ. എല്ലാവരും പൊങ്കാല അമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അമ്മയുടെ അനുഗ്രഹത്തെ കുറിച്ച് ഇതിൽ ചോദിക്കാം. പൊങ്കാലയുടെ ഷൂട്ടും ഒക്കെ കഴിഞ്ഞു. ഞാനിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചൊന്ന് കണ്ണൊന്ന് ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ ആദ്യം അവിടെ പോയതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവിടെ ഒരു പൊങ്കാല പൊങ്ങുന്നതിന് മുൻപുള്ളത്. ഇവിടെ പൊങ്ങിയത് ഇവിടെ മാത്രമേ ഞാൻ എടുക്കാൻ നിന്നുള്ളൂ. പിന്നെ വേറെ എവിടെയും ഞാൻ പോയി എടുക്കാൻ നിന്നിട്ടില്ല. കാരണം ഭയങ്കര പുകയും കാര്യങ്ങളും എനിക്ക് പറ്റില്ല. എന്താ അറിയില്ല, ഇക്കൊല്ലം എനിക്ക് പറ്റുന്നില്ല. സോ ഞാൻ ഇവിടെ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടുന്ന് എടുത്ത വിഷ്വൽസേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. വിശക്കുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ടൊക്കെ കഴിച്ചാൽ നല്ല ചൂടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. തണുത്തു പോയാലും കാര്യമില്ല, സാരമില്ല. സോ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. എന്നിട്ട് ഇതൊരു 2 മണിയോടെ കഴിയും. ഇപ്പോഴേ പൊങ്കാല ഫുഡ് കൊടുക്കുന്നുണ്ടല്ലേ, തീർന്നു. ഞാൻ ഇപ്പോഴേ മേടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, തണുപ്പറിയിട്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടം, ചൂടോടെ കഴിക്കാൻ പറ്റില്ല ഗൈസ്, എരിവുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ കഴിക്കണം. മോരില്ല ഗൈസ്, സാരമില്ല. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. അതായത് നേരത്തെ കുറേ സ്ഥലത്ത് പോയി കുറേ ആൾക്കാരെ കണ്ടു, മിണ്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ്. കുറേ പേരോട് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചാണ് വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. കുറേ പേർക്ക് മടിയാണ്, ഷൈനെസ്സാണ്. ഒരു ബോയ് മാത്രമേ എൻ്റെ വീഡിയോയിൽ അങ്ങനെ മിണ്ടിയുള്ളൂ, ബാക്കി എല്ലാവരും മിണ്ടിയിട്ടില്ല, ഷൈനെസ്സാണ്. സോ അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല പൊങ്കാല ആശംസകൾ. സോ നമുക്കിനി ബാക്കിയും കൂടെ എടുക്കാം. ഇപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് റൂം, ലൈക്ക് എൻ്റെ ആൻറ്റിയുടെ റൂം. സോ ഞാൻ ഇവിടെയാണ് താഴെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. എൻ്റെ റൂം മേലെ ഇതേ സെയിം റൂം തന്നെയാണ്. സോ രണ്ടും ഒന്ന് തന്നെ സംഭവമാണ്. എൻ്റെ ഫുഡ്, ഇവിടുത്തെ ഫുഡ്. ഓക്കെ, നമുക്കത് ടേസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ റൂം ചെക്കൗട്ട് ചെയ്യും. മാൾ ഓഫ് ട്രാവൻകൂറിൽ പോയി മൂവി കാണും. അതൊക്കെ ഫിക്സ്ഡ് ആയ കാര്യമാണ്. സോ നമുക്കത് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ റിലേറ്റീവ്സ് വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ വന്നാൽ അവരെ കാണിക്കാൻ പറ്റുമോ നോക്കാം, ക്യാമറേൻ്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കാണും. ഞാൻ ഇതുവരെ പ്രമലു കണ്ടിട്ടില്ല. കുറേ പേര് അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അവർക്കൊക്കെ ഇടുകയെന്ന് പറയുന്നുണ്ട്. നന്നാവണേ, എനിക്കിഷ്ടപ്പെടണേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും പോകണം. അവർ വരും. അപ്പോൾ ഞാൻ റെഡിയായി സെറ്റായി നിന്നിട്ടുണ്ട്. ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളിന്ന് കറക്റ്റ് ഒരു 7 മണി കഴിഞ്ഞ്, ഇപ്പോൾ 7 മണിക്ക് 5 മിനിറ്റ് ഉണ്ട്. സോ ഇന്ന് ചെക്കൗട്ടാവും. ചെക്കിനായി ഇന്നലെ, ഇന്ന് ചെക്കൗട്ടാവും. സോ നാളെ എവിടെയെങ്കിലുമൊക്കെ പോകണം. നാളെ ഈവനിങ് ചെന്നൈക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. പൊങ്കാല കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് നടന്നു. ഇനി അടുത്ത കൊല്ലം എനിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം നിങ്ങളുടെ ട്രിവാൻഡ്രം, എൻ്റെയും കൂടിയായ നിങ്ങളുടെ ട്രിവാൻഡ്രം എനിക്ക് എത്ര വന്നാലും മതിയാവില്ല. എത്രയോളം എനിക്കിഷ്ടമാണെന്നറിയാം, ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയായാലും എനിക്ക് അതൊന്നും ഞാൻ ബോധേഡല്ല. ഷൗട്ടാവാം, റഗ്ഗഡാവാം, ഐ ഡോണ്ട് ബോധേഡ് അബൌട്ട് ദാറ്റ്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാം ഞാൻ ഇനിയും എക്സ്പ്ലോർ ചെയ്യണം. വർക്കലൊന്നും പോയിട്ടില്ല. പിന്നെ എന്തൊക്കെയൊക്കെയോ എനിക്ക് കാണാനുണ്ട്, ടെമ്പിൾസ് അല്ലാതെ എന്തൊക്കെയൊക്കെയോ എനിക്ക് എൻജോയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ട്, നോക്കാം. അപ്പോൾ അടുത്ത കൊല്ലം അങ്ങനെ വരാൻ സാധിക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ കണ്ടില്ല, ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ലെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
ട്രാങ്കൂറിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അതൊരു മൂവി കാണാനായിട്ടും. ഇവിടെ പ്രത്യേകിച്ച് വലിയ മാളാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു പോരായ്മ തോന്നിയത് സിനിമ കണ്ട് 10 മണിയായപ്പോൾ തന്നെ എല്ലാ കഴിക്കുന്ന ഷോപ്സും അടച്ച് കൊണ്ട് പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നു. ബാക്കിയൊക്കെ വെച്ച് ഇത് അടിപൊളി മാളാന്ന് തോന്നുന്നു. ഞാൻ അന്ന് മൂവി കാണാനായിട്ട് എന്തോ അതിന് മുന്നേ ഒരു ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയോണ്ടാണ്, എനിക്കത്ര അറിയില്ല. എന്നാലും നമ്മളിനി മൂവി കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മേലെ പോവുകയാണ്. എത്തിയിട്ടുണ്ട്. മാളിൽ അടിപൊളിയാണ്. മൂവി കാണാൻ അധികം ടൈമും ഇല്ല. ഞങ്ങളാണെങ്കിൽ ഫുഡ് വിശന്നിട്ടും വയ്യ, ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേഗം ഓടി വേണം മൂവിക്ക് കയറാൻ. സോ ഗൈസ്, ബർഗർ കിങ്ങിൽ കയറിയിട്ട് ഞാൻ ബർഗറും ഇതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാം. ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മൂവി കയറാൻ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോ ഫാസ്റ്റായിട്ട് കഴിച്ചിട്ട് വരാം. മൂവിയിൽ കയറിയിട്ടുണ്ട് ഗൈസ്, തിയേറ്ററിൽ. സോ അവിടെ വേഗം നടന്നു പോകണം. മൂവി തുടങ്ങിയിട്ടില്ല, ഭാഗ്യത്തിന് ഓടിച്ചെന്ന് എത്തിയോണ്ട്. മൂവി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എത്തിയത് ഒരു സക്സസ് ആയി ഞാൻ കാണുന്നു. അപ്പം നമ്മൾ മൂവിക്ക് കയറി. ഇനിയിപ്പോൾ മൂവി എന്താ പറയുക, ഇൻ്റർവ്യൂവിൽ കാണാൻ കയറി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂവിലായിട്ട് നമുക്ക് മൂവി കാണാം. ഞങ്ങൾ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മൂവി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിലും അങ്ങനെ ഒരു 1/2 കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂവി അടിപൊളി മൂവിയായിരുന്നു. ഞാനിത് ട്രിവാൻഡ്രം വന്നപ്പോൾ കാണാമെന്ന് വിചാരിച്ച് കണ്ടതാണ്. നല്ല മൂവിയാണ്. എല്ലാവരും പറയുന്നത് രക്ഷയില്ല, എന്തൊരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. എല്ലാവരും അതെ പൊളിച്ചടുക്കി. ശരിക്കും ഒരു ബോയ്സിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാവർക്കും റിയലൈസ് ചെയ്യാനും എല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റബിളാണ് കണ്ടൻറ്റ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ലുലുമാളാണ്. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഫണ്ടൂറ ഇവിടെ ചുമ്മാ വന്ന് കറങ്ങാൻ പോവാം. കഴിഞ്ഞെല്ലാം വന്ന് ഫുഡ് എന്തെങ്കിലുമൊക്കെ അടിക്കണം. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഫണ്ടൂറ പോകണം. യെസ്, ഞങ്ങൾ അതിനാണ് ഗൈസ് വന്നത്. ഫ്ലോറും കയറി പോകണം. ഫണ്ടൂറ മൈ ഡ്രീം വൺ. നമ്മൾ എസ്കലേറ്റർ കയറാൻ പോവാം. ചുമ്മാ എൻജോയ് ചെയ്ത് നടക്കാം. ട്രിവാൻഡ്രം വന്നാൽ എനിക്ക് അമ്പിളി ചേച്ചീൻ്റെ കൂടെയും അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെയും കറങ്ങാൻ എന്ത് ഇഷ്ടമാണെന്നറിയോ. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അവർ ചെന്നൈക്ക് വന്നതാണ്. പിന്നെ അവർ എന്ത് സപ്പോർട്ട് ചെയ്യാന്നറിയോ, ഫ്രണ്ടിലേക്ക് പോയി വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഫണ്ടൂറയിലേക്ക് ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഇനി അതിന്റെ മേലോട്ട് കയറില്ല. അത് കയറിയതാണ്. വേറെ കാർ ഡ്രൈവിംഗ് എങ്ങനെയെന്ന് നോക്കണം. കിടുവാണ്. ഇത്തവണ കാർ ഡ്രൈവിങ്ങിന് ഞാനും ചേച്ചിയാണ് ഇരുന്നത്. ആദ്യം ഞങ്ങൾ റൗണ്ട് ഇരുന്നിരുന്നു. ഇത് സെക്കൻഡ് റൗണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് വല്ലതും എടുത്തിനോ എന്നറിയില്ല. കാരണം അതിൽ ഞാനും അവനും കൂടെ കുറേ ഈ റൗണ്ടിൽ പൊളിയാണ്. ഞങ്ങളെ ആർക്കും ഇടിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ ചേട്ടൻ പലപ്പോഴും ഇടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, ഔട്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. പലതവണ ചേട്ടൻ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചി തീരെ വിട്ടു കൊടുക്കുന്നില്ല. അമ്മാതിരി ഡ്രൈവിംഗ് ആയിരുന്നു. ഞാനും അവനും കൂടെ ഇരുന്നപ്പോൾ ശരിയായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ട് ഞങ്ങളൊക്കെ ഔട്ടായി. പക്ഷെ ചേച്ചീൻ്റെ കൂടെ ഇരുന്ന പക്ഷായിരുന്നു വേറെ ലെവലായിരുന്നു. കാരണം ആർക്കും ഞങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൈഡ് ചെയ്ത് ഈ ഒരു കാർ റൈഡ് ഞാൻ എൻജോയ് ചെയ്തു. ഈ ലുലു മാളിൽ വേറെ എന്തൊക്കെയോ റൈഡ് ഉണ്ടായിരുന്നു. ആദ്യം കയറിയ ഒരു റൈഡിൽ ഒരുമാതിരി റൈഡായിപ്പോയി. ഈ ഒരു റൈഡ് നല്ല എൻജോയ്മെൻറ്റാണ്, ഫാമിലിക്ക് പറ്റിയതാണ്. നിങ്ങൾ വന്നില്ലെങ്കിൽ എന്തായാലും ഇതിൽ വിസിറ്റ് ചെയ്യുക. കാരണം ഫണ്ടൂറയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇത് മാത്രമാണ്. ബാക്കിയുള്ള ഓരോ റൈഡും ഗെയിംസിനേക്കാളും എനിക്കിഷ്ടം ഇത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഗൈസ്, ഇവിടെ തന്നെ കുറേ എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ എനിക്ക് ടൈം പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട്. നമുക്ക് നോക്കാം. സോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ആ കാറിൽ നിന്ന്. ഒന്നുകൂടെ കാറിൽ കയറിയാലോ തോന്നുക. നല്ല രസമുണ്ട് ഗൈസ്. കാറ് ഞാൻ പിന്നെയും കയറി. ഇപ്പം ഞാനിതോ ഈ വിഷ്വലൈസ് ആയിട്ടുള്ള ഇതിലൊന്ന് കയറിയാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്കത് നോക്കാം. ഇങ്ങനെ വിഷ്വലൈസ് ആണ്. നമ്മൾ ആ ബോൾ എറിയുമ്പോൾ കണക്ക് അതവിടെ പോവും. അത് മൊത്തത്തിൽ അങ്ങോട്ട് പോകണം. സൈഡിലാണ് പോയത്. അങ്ങനെ ആദ്യം ഒരു ഗെയിം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ആ കാർ ഗെയിം നിങ്ങൾ കണ്ടത്. അതാണ് ഞാൻ കയറിയത്. കാരണം ആദ്യം കയറിയ ഗെയിം എന്ന് പറയുമ്പം ഇതിൻ്റെ മേലെ ഫുൾ റൗണ്ട് ചെയ്യുന്ന പോലെ. ഇവിടെ പല ഗെയിംസും ഉണ്ട്. ചിലതൊക്കെ ഷോർട്സിലും ചിലതൊക്കെ ലോങ് വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഗെയിമായിരുന്നു കളിച്ചത്. അത് അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ ഗെയിമുണ്ട്. നമുക്ക് ഏത് കയറണമെന്നേ അറിയില്ല. ചിലത് കിഡ്സിനായിരിക്കും. ഈ ഒരു ഏരിയയിലുള്ളതൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ആയതുകൊണ്ടാണ്. അതിവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ഞാൻ ഉദ്ദേശിച്ച ഗെയിം. ഇതിലെനിക്ക് കയറിയേ പറ്റൂ.
ഇതെൻ്റെ ഡ്രീം വണ്ണാണ് ജമ്പിങ്. പൊളിയാണ് ഗൈസ് ലുലു മാൾ. ട്രിവാൻഡ്രം ലുലു മാൾ പോലെ വേറെ എവിടെയില്ല. കൊച്ചിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടൂറ ഇവിടെ കിടുവാണ്. ഓരോന്നും ഓരോ പേരാണ്. ഈ കൈ വേദനിക്കുന്ന ഡ്രൈവ് ചെയ്തിട്ട്. ഇതൊക്കെ കിഡ്സിന് പറ്റിയതാണോ എന്ന് അറിയില്ല. വേറൊരു ഗെയിമുണ്ട് ഗൈസ് കിണറിൻ്റെ ഉള്ളിൽ. ഇതാന്ന് തോന്നുന്നു. അതൊരു ഇതിൽ പോണ പോലെ. എനിക്കത് താല്പര്യമില്ല. വേറൊരു ഗെയിം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അതിവിടെ അല്ലെന്തോ. ഫ്രൂട്ട് ബേയിലെ ചെറിയ ഫുഡായിട്ട് ഞാൻ കഴിച്ചത്. ലഞ്ചായിട്ടൊന്നും കഴിച്ചില്ല. ഇത് തന്നെ വയറ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിൽക്കുക. ഇനി നമുക്ക് സ്റ്റുഡിയോയിലൊന്ന് കയറി ഷോപ്പ് ചെയ്യണം. നോക്കട്ടെ, ടൈമിങ് അനുസരിച്ചാണ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കുറേ ടൈമായി. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ നോക്കിയിട്ട് കയറാം. സൂര്യൻ നമ്മൾ പോവില്ല തോന്നുന്നു. അപ്പോൾ വീഡിയോസ് ഇവിടെ വെച്ച് വൈൻഡിങ് അപ്പ് ചെയ്യുക. ഈ ഷോപ്പിങ്ങും കാര്യങ്ങളും ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം.